5 സുന്ദരികളായ പെൺകുട്ടികളും അവർക്കൊരു പരിചയമില്ലാത്ത കുറെ ആണുങ്ങളും. സഹിക്കാൻ പറ്റത്തില്ല ഇന്നത്തെ കമന്റ്. ആ വീഡിയോയുടെ താഴെ വരുന്ന കമന്റ് സഹിക്കാൻ പറ്റത്തില്ല. ഇതിന്റെ ഹായ് ഹലോ നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഗൈസ്, അർജുൻ എം പി എല്ലാവർക്കും അറിയുന്ന ഒരു യൂട്യൂബർ ആയിരിക്കും. എന്റർടൈൻമെന്റ് വീഡിയോസ് ചെയ്യുന്ന എന്റർടൈൻമെന്റ് പർപ്പസ് ഉള്ളിയാണ് പുള്ളിയുടെ വീഡിയോസ്. അതായത് കാശെറിഞ്ഞ് കാശ് കൊയ്യുന്ന ഒരു യൂട്യൂബർ. പുള്ളി പിന്നെ കാശെറിഞ്ഞ് കാശ് കൊയ്യുന്നു എന്നൊരു കാര്യം ഞാൻ പറയുന്നതിനേക്കാൾ ഉപരി പുള്ളി കടന്നു വന്ന വഴി പല ഇന്റർവ്യൂസിൽ ഞാൻ കേട്ടിട്ടുണ്ട്. പുള്ളിയുടെ ചാനലിൽ റീസെന്റ് ആയിട്ടൊരു വീഡിയോ റിലേറ്റഡ് ആണ് ഗൈസ് ഇന്ന് ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത്. പിന്നെ പുള്ളിയുടെ വീഡിയോ ഞാൻ കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാത്രം, കാരണം പുള്ളി അറിയാത്തവരായിട്ട് ആരും ഉണ്ടായിരിക്കത്തില്ല, എന്നിരുന്നാലും പുള്ളിയുടെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാത്രം ഞാൻ 1-2 ക്ലിപ്പ് ഇങ്ങോട്ട് വെക്കാം. സ്വന്തം പാത്രമുണ്ടെന്ന് അവർക്ക് 10,000 രൂപ കിട്ടും. ആര് ഫലൂദ നേഷന്റെ ഫുൾ മെനു കഴിക്കുന്നവർക്ക് ഞാൻ 10,000 രൂപ എടുക്കാൻ പോകും. പുള്ളിയുടെ വീഡിയോസ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇറങ്ങി പോകാനേ തോന്നില്ല, അത്രയ്ക്ക് എന്റർടൈൻമെന്റ് സാധനമാണ്. കാരണം അതിന്റെ ബാക്കിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്കറിയില്ല. കാരണം ആൾക്കാർ അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ കാര്യം. ചില ചലഞ്ചിങ് വീഡിയോസ് നമ്മൾ കാണുമ്പോൾ ജസ്റ്റ് ജെനുവിൻ ആയിട്ട് തോന്നും. കാരണം പുള്ളി നിരത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങുക, ഏതെങ്കിലും KFC അല്ലെങ്കിൽ പിസ്സ ഹട്ട് തുടങ്ങിയ കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കുക. ഇത്ര ടൈമിനുള്ളിൽ ഇത്ര ക്വാണ്ടിറ്റി സാധനം നിങ്ങൾ കഴിക്കുക, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന റേറ്റിൽ നിങ്ങൾ കഴിക്കുക. അങ്ങനെയാണെങ്കിൽ ആ റേറ്റ് പൈസ മൊത്തം ഞാൻ നിങ്ങൾക്ക് തരും, അല്ലെങ്കിൽ 10,000 രൂപ. കാരണം പുള്ളിയുടെ പല ഇത് കണ്ടു കഴിഞ്ഞാൽ 10,000 രൂപയാണ് ഗൈസ് നമുക്ക് പല ഇതിൽ ഓർഡർ ചെയ്യുന്നത്. അത്രയ്ക്ക് കാശെറിഞ്ഞ് കാശ് കൊന്നൊരു യൂട്യൂബർ. അതിന് പുള്ളിയുടെ ചാനലിൽ റീസെന്റ് ആയിട്ട് വന്ന ഒരു വീഡിയോയിലൂടെ പെട്ടുപോയ ഒരു പെൺകുട്ടി എന്ന് തന്നെ പറയാൻ പറ്റും. പെൺകുട്ടി ജെന്യൂൻ ആയിട്ട് പറയുന്നത് ഞാൻ ആക്ച്വലി അതിൽ പെട്ടുപോയി എന്നുള്ള കാര്യമാണ്. പിന്നെ അതിനെക്കുറിച്ച് ഞാൻ എന്റെ അഭിപ്രായം ആക്ച്വലി പറയാം. പെട്ടുപോയതാണോ അല്ലെങ്കിൽ എന്താണ് ആക്ച്വലി എനിക്ക് തോന്നുന്നൊരു അഭിപ്രായം. ഗൈസ്, നമ്മൾ റീസെന്റ് ആയിട്ട് അർജുൻ എം പി അപ്ലോഡ് ചെയ്ത ആ ഒരു പെൺകുട്ടിക്ക് വിവാദങ്ങൾ ഉണ്ടാക്കിയ ആ ഒരു വീഡിയോ അതിങ്ങോട്ട് പ്ലേ ചെയ്തുകൊണ്ട് ബാക്കി സംസാരിക്കാം. 5 സുന്ദരികളായ പെൺകുട്ടികളും അവർക്കൊരു പരിചയമില്ലാത്ത കുറെ ആണുങ്ങളും. നമുക്ക് വേണ്ടത് ഒരു മാച്ചാണ്. എല്ലാ പെൺകുട്ടികളുടെ കയ്യിലും ഓരോ ബലൂൺ ഉണ്ട്. അതവര് ഫുള്ളും പൊട്ടിച്ചാൽ നിങ്ങൾ ഗെയിമിൽ ഔട്ട്. ഒരെണ്ണം ബാക്കിയുണ്ട്. ചില ഞാൻ ഇതുവരെ ആ വീഡിയോ കണ്ടില്ലല്ലോ ഗൈസ്. ഒരു പൊട്ടൻഷ്യൽ മാച്ച്. അപ്പൊ ഇതാണ് പോപ്പ് ദി ബലൂൺ. ലെറ്റ്സ് ബിഗിൻ ദി ഫസ്റ്റ് റാൻഡം ഗെയിം. അതായത് 5 പെൺകുട്ടികളെ നിലത്തി നിർത്തിയിട്ട് അവർക്കറിയാത്ത വോയിസ് വരുന്നു. അവരോട് ചില ക്വസ്റ്റ്യൻസ് അർജുൻ ചോദിക്കുന്നു. അതിന് അവരെന്താണ് പറയുക, അതിന് ആ ഒരു അവർ പറയുന്ന ഉത്തരത്തോട് യോജിക്കുന്ന പെൺകുട്ടികൾ. അവസാനം അത് യോജിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഓരോ ബലൂൺ, നമ്മുടെ കയ്യിലുള്ള ബലൂൺ നമ്മൾ പൊട്ടിക്കുക. അവസാനം ബലൂൺ പൊട്ടിക്കാതെ കയ്യിൽ ബലൂൺ ഉള്ള ഒരു പെൺകുട്ടി വരുന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിയും ഇദ്ദേഹവും തമ്മിൽ എന്തെങ്കിലുമൊക്കെ ചലഞ്ചുകൾ. സന്ദർഭം ഇങ്ങനെ ഓരോരുത്തരും വരുന്നു, വ്യത്യസ്തമായ ക്വസ്റ്റ്യൻസ് അർജുൻ ചോദിക്കുന്നു. എന്തൊക്കെയാന്ന് പറഞ്ഞാലും ഒരു പയ്യൻ വരുന്ന കാര്യം കൂടെ ഞാൻ ഇങ്ങോട്ട് വെക്കാം. ഞാൻ ലിഫ്റ്റിംഗ് ചെയ്യുവാണ്, ബോഡി ബിൽഡിംഗ് ചെയ്യുന്നുണ്ട്. കണ്ടിട്ട് തോന്നുന്നില്ലെന്ന് അതിന് പൊട്ടിച്ചോ ആണല്ലേ? ഫ്ലെക്സ് ചെയ്ത് കാണിക്കേണ്ടി വരും. ഫ്ലെക്സ് ചെയ്ത് കാണിക്കണ കാണിച്ചോ? ഇതൊക്കെ ഫ്ലെക്സ് ചെയ്ത് കാണിക്കണം. അവിടെ ഫ്ലെക്സ് ചെയ്ത് കാണിക്കുന്നില്ല, കാണിക്കാൻ പറഞ്ഞിട്ടല്ലേ കാണിക്കാത്. അവന് മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. ഭാരതം എന്നൊരു നാട്ടിൽ ഉടനെ ആ പെൺകുട്ടി ആ ഒരു ഇത് പൊട്ടിച്ചു. അതായത് ഈ പച്ച പെൺകുട്ടിയാണ് ആക്ച്വലി ഇപ്പം എനിക്ക് ഭയങ്കര ഇതായിപ്പോയി, ബോഡി ഷേമിങ് ആയിപ്പോയി ഒരു ഷോയിൽ പങ്കെടുത്തെന്നുള്ള രീതിയിൽ മുന്നോട്ട് വന്നിട്ടുള്ളത്. ആക്ച്വലി ആ പെൺകുട്ടി കാണണം, അയാൾ ഷർട്ട് ഊരാൻ നേരമേ ആ പെൺകുട്ടി ബലൂൺ പൊട്ടിച്ചു. ഇതായത് ഞാൻ വലിയ മാന്യതയാണെന്നുള്ള രീതിയിൽ അത് ചെയ്തു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നോണം. ഞാൻ ജിമ്മി പോകുന്ന ഒരാളാ. സോ അങ്ങനെ ഓവർ മസിൽ എന്നല്ല, ലൈക് ഫിറ്റ് ആയിരിക്കണം. പിന്നെ ഈ പറഞ്ഞോളം ഉള്ളതാണ് പുറത്തേക്ക് ഇരുന്നേ. ശരിയാണ്, കുഴപ്പമില്ല. അപ്പൊ എന്തെങ്കിലും ദുശീലം വല്ല ഉണ്ടാകും? ദുശീലം എന്ന് പറയാൻ അങ്ങനൊന്നും ഇല്ല. ദുശീലം എന്ന് പറഞ്ഞാൽ അങ്ങനൊന്നും ഇല്ലെന്നാ. പബ്ലിക് ആയിട്ട് വന്ന് ഡ്രസ് ഊരി കാണിക്കാതെ അത് ദുശീലം പബ്ലിക് ആയിട്ട് വന്ന് കണ്ടോന്ന് പറഞ്ഞു. അതെന്നെ സംബന്ധിച്ചൊരു ദുശീലമല്ല. കാരണം കോമ്പറ്റീഷൻ ഹാളിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിലൊക്കെ ഇങ്ങനെ തന്നെ ഞങ്ങൾക്ക് നിൽക്കേണ്ടി വരും. ഒരു ഷഡ്യൂൾ അങ്ങനെ ഉണ്ട്, അതേ ഉള്ളൂ എന്റെ കാഴ്ചപ്പാടിൽ. പബ്ലിക് ആയിട്ട് വന്ന് ഡ്രസ്സ് ഊരി കാണിക്കുക, അതായത് അവനോട് ഈ ബോഡി ബിൽഡർ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ ആക്ച്വലി എങ്ങനെയാണ് നമ്മൾ ബോഡി ബിൽഡിംഗ് ഉള്ളവര് ആ ഒരു ഈ ഷോയിലൊക്കെ പങ്കെടുക്കുന്ന എങ്ങനെയാണ്, സൗന്ദര്യ മത്സരത്തിൽ അവർ പങ്കെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഈ കുട്ടിക്ക് വ്യക്തമായ ധാരണയില്ലെന്ന് തോന്നുന്നു. എന്തൊക്കെയാണെന്നുള്ള ഈ കുട്ടിയാണ് വിവാദവുമായിട്ട് മുന്നോട്ട് വരുന്നത്. ആ ഒരു പയ്യന്റെ കാര്യത്തിൽ ഈ കുട്ടി ആക്ച്വലി ആ കമന്റ് ബോക്സിൽ തന്നെ ആൾക്കാരൊന്ന് സംസാരിക്കുന്നുണ്ട് ഈ കുട്ടിക്ക് വിവരമില്ലേ എന്നുള്ള കാര്യം. മേ ബി നിങ്ങൾ ആ കമന്റ് ബോക്സ് ജസ്റ്റ് ഒന്ന് കണ്ടാൽ തന്നെ അറിയാം. എനിക്ക് ആക്ച്വലി സംസാരിക്കുന്ന ഈ ഒരു ബോയിയോട് അവർ കാണിച്ച ബിഹേവ് മാത്രമേ സംസാരിക്കുന്നത്. മേ ബി ഇത് പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഷോ ആണ് എങ്കിൽ പോലും, പക്ഷെ ഈ പെൺകുട്ടി ആക്ച്വലി പ്രതികരിക്കുന്നത് ഈ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഷോ ആണ് എന്ന് അറിഞ്ഞിട്ടും പബ്ലിക്കിലേക്ക് എത്തിപ്പെടുന്ന ഒരു ഷോയിൽ പങ്കെടുക്കേണ്ടി വരുമ്പോൾ അവിടുത്തെ ആൾക്കാർ അല്ലെങ്കിൽ നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ അത് ജനങ്ങൾ അതിൽ മേൽ സംസാരിക്കും എന്നൊരു കാര്യത്തെ കുറിച്ച് വ്യക്തമായ അത് ഓർക്കാതെ വന്ന് പങ്കെടുത്തതുപോലെ എനിക്ക് ആക്ച്വലി തോന്നുന്നുണ്ട്. ഈ ഒരു കമന്റ് ബോക്സ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഗ്രീൻ ടോപ്പ് പ്രോപ്പർ ഡോഗ് ഷോ. ഗ്രീൻ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയെ പറഞ്ഞതുകൊണ്ട് ഒരുപാട് പേര് ആ പച്ചയിട്ടവൾ അഹങ്കാരി തന്നെ. ഞാനൊരു ഗേൾ ആയിട്ട് പോലും ആ ഗ്രീൻ ടോപ്പിന്റെ വർത്തമാനം കേട്ടിട്ട് എനിക്ക് ദേഷ്യം തോന്നുന്നു.
ആ ഗ്രീൻ ടോപ്പ് പട്ടി ഷോ, ആ ഗ്രീൻ ടോപ്പ് ഈസ് എ കംപ്ലീറ്റ് റെഡ് ഫ്ലാഗ്. ഇങ്ങനെ പറഞ്ഞ ആ പെൺകുട്ടിയെ മാത്രം ഒന്നിലധികം മാത്രം എന്നല്ല ഞാൻ പറയുന്നത്, ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ പെൺകുട്ടിയെ വളരെ കൂടുതലായിട്ട് ആൾക്കാർ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു ചെറുക്കന്റെ കാര്യത്തിലാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതായത് ആ ജിം ബ്രോയോട് പ്രതികരിച്ച രീതി തീരെ ശരിയായില്ല എന്നുള്ള രീതിയിൽ ഒന്ന് രണ്ട് കമന്റുകൾ ഇതിന് ആക്ച്വലി കിടപ്പുണ്ട്. ഒരു പച്ച ഡ്രസ് ഇട്ട കുട്ടി, ആ കൊച്ചിന്റെ പേര് ആക്ച്വലി അതിന്റെ വീഡിയോയിൽ പറയുന്നുണ്ട്. എന്നാൽ ആ കുട്ടി വന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, എന്നെ മാത്രം എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ക്രൂശിക്കുന്നത് എന്നുള്ള രീതിയിൽ. ഹലോ, ഞാൻ ശ്രേയ. മറ്റിപ്പോ റീസെന്റ് ആയിട്ട് അർജുനമ്പയുടെ വീഡിയോയില് തെറിവിളി കേൾക്കുന്ന ഒരു ക്യാരക്ടറാണ്. ആ വീഡിയോയുടെ പിന്നിലെ സത്യാവസ്ഥ അറിയാതെ കംപ്ലീറ്റ് തെറിവിളിയും പിന്നെ ട്രോൾ വീഡിയോ, അവരുടെ പേജ് റീച്ച് ആക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്ന് മെയിൽ കണ്ടസ്റ്റൻസിന്റെ റിക്വസ്റ്റ് പ്രകാരം ഡെയിലി ഓരോ ട്രോൾ ഇറക്കി. പേഴ്സണലി നല്ല രീതിയിൽ ഹേർട്ട് ചെയ്ത് ആൾക്കാർ കമന്റ് ഇടുന്ന കണ്ട് സന്തോഷിക്കുന്ന കുറെ പേരും ഈ ട്രോളെല്ലാം എനിക്ക് അയച്ചു തന്നു. എന്നിട്ട് കമന്റ് നോക്കരുത് എന്ന് പറയുകയും ചെയ്തു. കമന്റ് സഹിക്കാൻ പറ്റത്തില്ല. ഇന്നത്തെ കമന്റ്, ആ വീഡിയോയുടെ താഴെ വരുന്ന കമന്റ് സഹിക്കാൻ പറ്റത്തില്ല. ഇതിന്റെ ബാക്കിൽ എന്നാ നടന്നെന്ന് ആർക്കും അറിയത്തില്ല. ഞാൻ റെഡ് ഫ്ലാഗോ എന്തോ ആയിക്കോട്ടെ, ഓരോരുത്തരുടെ പേജ് റീച്ചാക്കാൻ അവര് ബെല്ലോറിന്റെ ലൈഫ് വെച്ചായി കളിക്കുന്നത്. ഞാൻ ആ വീഡിയോ മനഃപൂർവ്വം പർപ്പസ്ഫുള്ളി അങ്ങനെ അതിൻ്റെ അകത്ത് നിന്നതാ എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഓക്കെ ആയിരുന്നു. ഞാനൊരു കാര്യം പറയുന്നുള്ളൂ, ഈ വീഡിയോ ഒരു സെൻസിലെടുക്കുക, പ്രോപ്പറായിട്ട് അത് എന്റർടൈൻമെന്റ് സെൻസിലെടുക്കാതെ വെറുതെ ഇങ്ങനെ ഒന്ന് തെറി വിളിക്കാതിരിക്കുക. അതായത് നമുക്കറിയാം ഇന്റർവ്യൂസ് ആണെന്ന് പറഞ്ഞാൽ, ഇങ്ങനത്തെ വീഡിയോസ് ആണെന്ന് പറഞ്ഞാൽ എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടി ചെയ്യുന്ന വീഡിയോസ്, എന്റർടൈൻമെന്റ് പർപ്പസ് ഉള്ളി. പക്ഷെ ഇതിനകത്ത് അവരാരും മുൻകൂട്ടി പറയുന്നില്ല കഥകളും കഥയും കഥാപാത്രങ്ങളും സാങ്കല്പികം മാത്രം, അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഈ ഒരു സാധനം പ്രീ പ്ലാൻഡ് ആണെന്നൊന്നും അവർ പറയത്തില്ല. കാരണം അവർ ചെയ്യുന്ന സാധനത്തിനോട് ജെന്യൂനിറ്റി അവർക്ക് തോന്നണം. ആക്ച്വലി ഈ ഒരു കാര്യം പ്രീ പ്ലാൻഡ് ആണ്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസുകൾ ഞങ്ങൾ ചോദിക്കുമെന്നും ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യണമെന്ന് പോലും ഒരു പക്ഷേ അവരോട് പറഞ്ഞിട്ടായിരിക്കും ഈ സാധനങ്ങളൊക്കെ എടുക്കുന്നത്. അത് പക്ഷേ കണ്ടോണ്ടിരിക്കുന്നവർ മനസ്സിലാവണമെന്നില്ല അല്ലേ? അവരുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളായിരിക്കും ആ കമന്റ് ബോക്സിൽ വന്നവർ വിളമ്പി വെക്കുന്നത്. അത് എന്താണെന്നൊന്നും അവർക്കറിയത്തില്ല. ചില ഇന്റർവ്യൂസ് കണ്ടാൽ പോലും അതിൽ തന്നെ ഉദാഹരണം ഹോട്ട് സീറ്റ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞ സാധനം നമുക്കറിയാമല്ലോ, രേണു സുധി, ശാരിക ചേച്ചി, അത് ഒരുപാട് വൈറലായ സാധനം. അതിനകത്ത് ശാരിക ചേച്ചിയെ അവരെ അലക്കാൻ പറ്റാതെ അപ്പുറം മാക്സിമം അലക്കിയ ഒരു ഹോട്ട് സീറ്റ് ആണ്. അത് കാരണമാണെന്നോ അവര് കുറച്ച് പ്രസിദ്ധിയായത് ബിഗ് ബോസിലേക്ക് പോയത്. അതിന് പ്രകാരം അവർ പറയുന്നുണ്ടായിരുന്നു. അതായത് അവർ വന്ന് പ്രേക്ഷകർ ഒരുപാട് ഈ തെറിക്കമന്റ് ഇട്ടവരോട് പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇത്രയ്ക്ക് അറിവും ബോധവും ഇല്ല, ഇതൊരു പ്രീ പ്ലാൻഡ് സാധനമാണ്, ഹോട്ട് സീറ്റ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ അതിനെ കുറിച്ച് അറിയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സംഭവം നടന്ന സമയത്ത് ഞാനും അതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മൾ സംസാരിക്കുന്നത്. കാരണം കാണുന്നവന് ഒരു പക്ഷെ എല്ലാവർക്കും ചിലവർക്ക് തോന്നാം ഇതൊരു പ്രീ പ്ലാൻഡ് സാധനമാണ്, ഇതിനകത്ത് വലിയ എന്റർടൈൻമെന്റ് ആയിട്ട് ഇതിനെ കണ്ടാൽ മതി. പക്ഷെ എല്ലാവരും അങ്ങനെയല്ല. എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടി ഭയങ്കര ഖേദമായിട്ട് അവിടെ പ്രകടിപ്പിച്ചു. മാത്രമല്ല വളരെ ഖേദകരം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. നമുക്കറിയാമല്ലോ, പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്ന ഒരു വീഡിയോയിലേക്ക് നമ്മൾ പ്രസന്റലി മുന്നോട്ട് വരുമ്പം ആക്ച്വലി അത് ഇത്രയധികം ആൾക്കാർ കാണുന്ന ഒരു സാധനമാണ്. അതിനകത്തുനിന്ന് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും അത് ചിലപ്പം എന്താണ് കമന്റുകൾ കേൾക്കേണ്ടി വരും. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അതിന്റെ ഫീഡ്ബാക്ക് എന്ത് തന്നെ ആയാലും അത് സ്വീകരിക്കാനുള്ള ഒരു സ്വീകാര്യതയും കൂടി നമ്മൾ മനസ്സിലാക്കണം. ചാടി കയറി ചെന്ന അതിലേക്ക് ചെല്ലുമ്പോൾ അത് എന്തുകൊണ്ടേ കുട്ടിക്ക് അത് മനസ്സിലായില്ലേ എന്നെനിക്ക് ഓർക്കാമായിരുന്നില്ലേ, അല്ലെങ്കിൽ അതൊന്നും അറിയില്ലായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി ആക്ച്വലി. കാരണം ഇതൊരു വലിയൊരു കാര്യമായിട്ട് പറയേണ്ട കാര്യമില്ല. കാരണം അതിനകത്ത് ആ കുട്ടിയെ മാത്രമല്ല, ആ പെൺകുട്ടികളെ തന്നെ മുഴുവനായിട്ട് തന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കമന്റ്സുകളും ഉണ്ട്. നിങ്ങൾ ആക്ച്വലി ആ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം. അതിന് ഇത്രയധികം ഒരു ഖേദം പ്രകടിപ്പിക്കേണ്ട കാര്യമൊന്നും അതിലില്ലായിരുന്നു. പോസിറ്റീവ് മാത്രമല്ല, അപ്പൊ ആ ഒരു കാര്യം ഓർക്കേണ്ടിയിരുന്നു എന്നെനിക്കൊന്ന് തോന്നിപ്പോയി.